ഹലോ ഫ്രണ്ട്സ്, ഈ ആഴ്ചത്തെ ഒരു ഇവൻറ്റ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഏറ്റവും സിമ്പിളായിട്ട് തന്നെ 3 സ്റ്റാർ വിൻ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ഇവൻറ്റ് തന്നെയാണ് ഇപ്രാവശ്യം നമുക്ക് വന്നിട്ടുള്ളത്. ഏറ്റവും സിമ്പിളായിട്ട് തന്നെ ഈ ഒരു ഹീറോയിക് പോർഷനും ഈ ഒരു 25 ജെംസും നമുക്ക് വിൻ ചെയ്യാൻ പറ്റും. അതിൽ പ്രത്യേകിച്ച് സ്ട്രാറ്റജീസോ ഐഡിയാസോ ഒന്നും പ്രത്യേകിച്ച് പ്രയോഗിക്കേണ്ട കാര്യമില്ല. ഞാനിത് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് കാണിക്കാം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇതിൽ ഐഡിയപരമായിട്ടുള്ളൊരു അറ്റാക്കിംഗ് സ്ട്രാറ്റജി അല്ല നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ചന്നം ഭിന്നമുള്ളൊരു അടിയാണ് ഇതിൽ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈഗിൾ ആർട്ടില്ലറി ആദ്യം എടുക്കണം. അതിനുവേണ്ടി മോട്ടറിന് തൊട്ട് മുമ്പിലായിട്ട് RC ഇറക്കി വിടുന്നു. അതിനുശേഷം ഈഗിൾ ആർട്ടില്ലറിയുടെ മുകളിൽ ഒരു ബാറ്റ് സ്പെല്ലിടുന്നു, പിന്നെ ഒരു ഫ്രീ സ്പെല്ലിടുന്നു. അതിനുശേഷം നമ്മൾ RCയുടെ എബിലിറ്റി യൂസ് ചെയ്യുന്നു. പിന്നെ നമുക്ക് അതിനെ തിരിച്ചെടുക്കാൻ ഉള്ള സ്പെല്ലില്ലാത്തത് കൊണ്ട് റോയൽ ചാമ്പ്യനെ നമ്മളവിടെ വെച്ച് തന്നെ കൊന്നു കളയുന്നു. അതിനിടയ്ക്ക് എൻ്റെ ഒരു ഫ്രീസിങ് സ്പെല്ല് ഞാൻ വേസ്റ്റാക്കി. കാര്യമൊന്നുമില്ല, ഒരു ഫ്രീ സ്പെല്ല് വെറുതെ വേസ്റ്റായി. പിന്നെ ഇനി നമുക്ക് ടൗൺ ഹാൾ എടുക്കണം. അതിന് വേണ്ടിയിട്ട് എല്ലാ ഡ്രാഗൺസിനെയും എല്ലാ ട്രൂപ്സിനെയും നമ്മൾ ആ ഒരു സൈഡിലേക്ക് തന്നെ ഡിപ്ലോയ് ചെയ്യുന്നു. ഗ്രാൻഡ് വാർഡന്, വോൾ ബ്രേക്കർ, ബാറ്റിൽ ബ്ലിംബ് ഇടുന്നു. അതിനുശേഷം അവിടെ ഒരു റേജ് സ്പെല്ലിട്ട് കൊടുക്കുന്നു. റേജ് സ്പെല്ലും മറ്റേ ഒരു സ്പെല്ലും കൂടി ഇട്ട് കൊടുക്കുന്നു. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പിന്നെ ചന്നം ഭിന്ന അടിയാണ്, ഒന്നുമില്ല. ബാക്കി ഇനി അവർ നോക്കിക്കോളും. അവിടെ വെച്ച് ഗ്രാൻഡ് വാർഡൻ്റെ എബിലിറ്റി യൂസ് ചെയ്യുന്നു. കിങ്ങിൻ്റെ എബിലിറ്റി യൂസ് ചെയ്തു. ഏകദേശം എല്ലാ ബിൽഡിങ്സും നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി വേറെ ചെറിയ 1, 2, 3 ബിൽഡിങ്സും കൂടെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എടുത്തു കഴിയുമ്പോഴത്തേനും ഇപ്പം നമ്മുടെ ഒരു ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പം തന്നെ 57 സെക്കൻഡിൽ നമ്മൾ ഈ ഒരു ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു അറ്റാക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇനി പ്രത്യേകിച്ച് സ്ട്രാറ്റജീസ് ഒന്നും പ്രയോഗിക്കേണ്ട കാര്യമില്ല. മതി, ഈ ഒരു അറ്റാക്കിങ് പ്രയോഗിച്ചാൽ മതി. നമുക്ക് സിമ്പിളായിട്ട് തന്നെ 3 സ്റ്റാർ എടുക്കാൻ പറ്റും. പിന്നെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും.